ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. മുടിയൊക്കെ വെട്ടിയിട്ട് സുന്ദരക്കുട്ടപ്പനായിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ്. ഇവിടെ പണിക്കൊന്നിറക്കാണ് ഗൈസ്. സൽഹ സിലു ടോക്സ് അവരെ കെട്ടിയോൻ ഗഫൂർക്ക ദോസ്ത് ഗഫൂർക്ക ദോസ്തല്ല ഗഫൂർക്ക വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഗഫൂർക്കൻ്റെ ഒരു ചാനൽ, പുതിയ ചാനൽ മൂപ്പര് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മൂപ്പര് പറയുന്ന സംഗതി, പുതിയ ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ മൂപ്പര് അതിൽ കണ്ടൻറ്റായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഗതി എന്ത് കുന്തമോ ആയിക്കോട്ടെ, പക്ഷേ ഏത് സമയത്താണ് മൂപ്പര് ചാനൽ കൊണ്ട് വരുന്നതെന്നൊരു സംഗതി ഉണ്ടല്ലോ ഗൈസ്. മൂപ്പര് ഏത് സമയത്താണ് മൂപ്പര് ചാനൽ കൊണ്ട് വരണത്. ഇപ്പോൾ നമ്മൾ സൽഹ സിലു ടോക്സ് കെട്ടിയോനെ കുറിച്ച് കുറ്റം പറയൂ, കെട്ടിയോൻ കാരണമാണ് അവരുടെ ജീവിതം ഇങ്ങനെയായി പോയി എന്ന് അവർ പറയൂ, അവർ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു, അതിന് കെട്ടിയോനാണ് കാരണം, ആ രീതിയിലേക്ക് വളച്ചൊടിക്കാണ്ടെയോ സത്യമോ കുറ്റമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നൊക്കെ വെച്ചിട്ട് സൽഹേൻ്റെ വീഡിയോസ് കാണുന്ന ആളുകളാണ് കൂടുതലും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും സൽഹയുടെ കെട്ടിയോൻ എന്താണ് പറയാനുള്ളത്, അത് സെപ്പറേറ്റഡ് ആണല്ലോ, നാണല്ലോ സൽഹ പറഞ്ഞത്. സൽഹയുടെ കെട്ടിയോൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാനുള്ള ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കും, ഭൂരിഭാഗം ആളുകൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഗഫൂർക്ക് മൂപ്പരുടെ ചാനലുമായിട്ട് വരുന്നത് ഗൈസ്. അപ്പോൾ എൻ്റെ ബലമായ സംശയം മാത്രമാണ്, ഇവർ രണ്ട് പേരും കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണത് എന്നാണ്. പക്ക ബിസിനസ് മൈൻഡഡ് ആയിട്ട് ഇവർ ചെയ്യുന്ന പരിപാടിയാണെന്ന്. കാരണം ഒന്നാമത്തെ കാര്യം നമുക്ക് അറിയുന്നതാണ്, ഈ ഫാമിലി പ്രോബ്ലംസ് സോഷ്യൽ മീഡിയയിലിട്ടാൽ, പ്രത്യേകിച്ച് യൂട്യൂബിലിട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് വ്യൂസ് കിട്ടും, ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇവരൊന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഒരു ദിവസം തന്നെ ഒരു പരപ്പ് പൈസ ഉണ്ടാക്കുന്ന ടീംസാണ്. ഇവർക്ക് കടകളുണ്ട്, ഇത് ബിസിനസ് പരിപാടികളുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവർ ഇപ്പോൾ പ്രവീൺ എന്താ ചെയ്യണത്, പ്രവീൺ പ്രണവ്, അതുപോലെ മല്ലു ഫാമിലിയൊക്കെ അറിയണതാണ്. ഇവർ ഡിവോഴ്സ്ഡായി, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആവാൻ പോവുകയാണ്, ഞങ്ങൾ വേറെ താമസിക്കുകയാണ്, ഒറ്റയ്ക്കാണ്, ഈ വീട്ടിൽ ഇങ്ങനെയാണ്, ആരെങ്കിലും ഞങ്ങളെ എന്തെങ്കിലും ഉപദ്രവിക്കോ അങ്ങനെ അയ്യോ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും, കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്ത് വമ്പ ഹിറ്റായി പോയതാണ്. എന്നിട്ട് അവസാനം അവരൊരു കാറ് വാങ്ങി, ഒരു വമ്പൻ എന്താ പറയുക, കുറേ കാശുണ്ടാക്കി ഉള്ള രീതിയിലൊക്കെ. അല്ല അതൊക്കെ അവർ ഇഷ്ടം. പക്ഷേ ഇത് കാണാൻ മലയാളികൾക്ക് ഭയങ്കര താല്പര്യമാണ് പറയാം. നമ്മളിപ്പോൾ ചാമാറായിട്ട് ജെനുവിനായിട്ടൊരു കാര്യം ഉണ്ടായിട്ട് നമ്മളൊരു വീഡിയോ തന്നെ ചിലപ്പോൾ ഒരു പട്ടിച്ചാത്തിയെ കാണുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷേ ഡിവോഴ്സ്ഡ് ആയി, അല്ലെങ്കിൽ കുൽസിതം, അങ്ങനെ ഇങ്ങനെ മറ്റുള്ള റിലേഷൻഷിപ്പ് എന്നെ നോക്കുന്നില്ല, കപ്പിൾ അവർ തമ്മിലുള്ള വിഷയങ്ങളില്ല, ഇത് കാണാൻ കേൾക്കാൻ ആളുകൾ ഒരുപാട് താല്പര്യപ്പെടുന്നുണ്ട് തോന്നുന്നു കേസ്. ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ കല്യാണം കഴിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ സിംഗിൾ പേഴ്സൺകായ ആളുകൾക്ക് ഈ സോഷ്യൽ മീഡിയ ഭയങ്കര പാടാണ് അതൊന്ന് സെറ്റായിട്ട് വരാൻ. അപ്പോൾ എന്തായാലും സൽഹയുടെ കെട്ടിയോൻ ഗഫൂർക്ക മൂപ്പര് വീഡിയോ ചെയ്തത് മൂപ്പരുടെ കടയിലെ സാധനങ്ങളൊക്കെ വിറ്റഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഓഫർ പ്രൈസ് ഇപ്പോൾ 4000 രൂപയുടെ സാധനം 2999 2499 രൂപയ്ക്ക് എന്തോ കൊടുക്കാൻ പോവുകയാണ്. മൂപ്പര് അതൊക്കെ കണ്ടിട്ട് ഗൾഫ് പോവുകയാണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സംഭവമൊക്കെ. എന്നിട്ട് മൂപ്പര് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത്, മൂപ്പർക്ക് അറിയാം മൂപ്പരുടെ ചാനലിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ വരികയാണ്, ഇങ്ങനെ ചാനൽ തുടങ്ങുന്ന ഒരുപാട് പേരെ കാണുന്നു. കാരണം എന്തുകൊണ്ടാണ് കാണുന്നുണ്ടായിരിക്കുക, ചുമ്മാ ഒരാൾ വന്നിട്ട് ഇതെങ്ങനെ ഇത്ര ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണണമെന്നില്ല, മലയാളികൾ പ്രത്യേകിച്ച് കാണണമെന്നില്ല. പിന്നെ എന്തുകൊണ്ട് എന്നാലും ആൾക്കാരെ കാണുന്നുണ്ടായിരിക്കുക, എന്താ വെച്ചാൽ സൽഹ ഇപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ബാക്കപ്പ് ഉണ്ട്, ഒരു പുഷുണ്ട്. അതായത് ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്, ഡിവോഴ്സ്ഡ് ആവാൻ പോകുന്നു, അങ്ങനെയാണ് സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗഫൂർക്കാൻ്റെ യൂട്യൂബ് ചാനൽ ഗഫൂർക്ക ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചാൽ ആ വീഡിയോ ഫുള്ള് കാണുന്ന ടീംസ് ഉണ്ടായിരിക്കും, ആളുകളുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഗഫൂർക്ക പാവം മനുഷ്യലേ ആളിങ്ങനെ വീഡിയോസ് ചെയ്യണു, അല്ലെങ്കിൽ ദുഷ്ടം മനുഷ്യലേ ആളെന്തെങ്ങനെ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടാവും. എന്തായാലും അവർ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നുണ്ടാവും, സൽഹയുടെ വീഡിയോ കണ്ടല്ലോ ഗഫൂർക്ക, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അങ്ങനെ ഇങ്ങനെ. എന്തായാലും ഇവർക്ക് ഒരുപാട് ഇപ്പോൾ എന്താ പറയുക, ഒരുപാട് ഓൺലൈൻ ചാനലുകളിൽ ഇവർക്ക് ഇൻ്റർവ്യൂസ് ആയിട്ട് ഇവർ യൂട്യൂബ് ചാനൽ വമ്പ ഹിറ്റാക്കിയിട്ട് ഒരുപാട് പൈസ ആയിട്ടൊക്കെ ഇവർക്ക് ഒരു കാറോ അല്ലെങ്കിൽ ഒരു വമ്പൻ വീടോ ഒക്കെ ആയിട്ട് ഇനി ഇവർ മുന്നിൽ കാണുന്നുണ്ടായിരിക്കും ഗൈസ്. എന്തായാലും നന്നായിട്ടുണ്ട്. ഇവരുടെ ഒരു ഇൻ്റർവ്യൂ കിടക്കുന്നുണ്ടായിരുന്നു, അതൊരു ചാനലിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫുള്ള് കണ്ടില്ല, കുറച്ച് കണ്ടു. അപ്പോൾ അതിൽ ഭയങ്കര ഏകദേശം കൺസർവേറ്റീവ് ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് സൽഹയുടെ കെട്ടിയോന് ഉള്ളതെന്നോ, അല്ലെങ്കിൽ എന്താ പറയുക, ഇവർ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് തന്നെ അവർ കൂടുതൽ പാഴ്സലാണ് വാങ്ങുക, അവിടെയുള്ള ആളുകൾ, ഓപ്പോസിറ്റുള്ള ആളുകൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സൽഹ എന്താ വെച്ചാൽ കുറച്ചുകൂടി ആളുകളോട് സോഷ്യലി ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അല്ലേ. പിന്നെ അതിലൊക്കെ ഒരുപാട് മാറ്റം വന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചപ്പോൾ സംഗതി കുറച്ചും കൂടി അങ്ങനെ ഹലോ ഗൈസ് ഇങ്ങനെ അല്ലാത്ത ഒരാൾ സൽഹ. എനിക്ക് അങ്ങനെയാണ് സൽഹയുടെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ ഗഫൂർക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കൂടുതൽ കൺസർവേറ്റീവ് ഒരവസ്ഥ. അപ്പോൾ ഇവർക്ക് മൊത്തം 5 മക്കളാണുള്ളത്, കുഞ്ഞു മക്കളായിട്ട് 2-3 പേരുണ്ട് അല്ലേ. ഇപ്പോൾ ഇവർ ആ ഇൻ്റർവ്യൂവിലൊക്കെ പറയണ കാര്യമുണ്ട്, ഞാൻ ആദ്യത്തെ കുട്ടി ഉണ്ടായതിൻ്റെ 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കുട്ടി ഉണ്ടായത്. എന്താ
രണ്ടാമത്തെ കുട്ടീനായിട്ടും 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ കുട്ടി ഉണ്ടായത്. ഏതോ 2 കുട്ടികളുടെ ഇടയിൽ 7 വർഷത്തെ ഗ്യാപ്പ് വന്നു. അപ്പോൾ എന്തോ ആ കുട്ടി ഇവരെ ചെസ്റ്റിലാണ് മാറിലാണ് കടന്നിരുന്നത്. എല്ലാ ദിവസവും അങ്ങനെയാണ്, മാറ്റി കടത്തിയാലും വീണ്ടും തപ്പി തടഞ്ഞിട്ട് വരും. അതുകൊണ്ടാണ് ഇത്ര വലിയ ഗ്യാപ്പ് ഉണ്ടായത് എന്നൊക്കെ. അടുത്ത കുട്ടി ഉണ്ടാവാൻ ഭയങ്കര കക്കാണ്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തടം കുറേ ആൾക്കാർ തെറി വിളിക്കുന്നുണ്ട്. ഇത്രയും മോശപ്പെട്ടൊരു പരിപാടി ഇവരിങ്ങനെ വർത്താനം പറയണു, അങ്ങനെ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇവർക്ക് നാണല്ല ഉളുപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാലാണ് ഗൈസേ സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് ആവുള്ളൂ. അങ്ങനെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ വീഡിയോ കാണാൻ ഒരു പട്ടിച്ചാത്തനും ഇല്ല കണ്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കണ്ടൻറ്റ് ചെയ്യുന്ന ആളുകളുടെ വീഡിയോസ് കാണാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. എന്തായാലും സൽഹ, സിലു ടോക്സ്, അതേപോലെ ഗഫൂർക്ക, ഇവർ രണ്ടുപേരും കൂടി ആ പ്രവീണും മല്ലു ഫാമിലി ഇവരൊക്കെ ചെയ്ത പോലെയുള്ള പ്രവീൺ പ്രണവിൻ്റെ മല്ലു ഫാമിലിയൊക്കെ ചെയ്തുള്ള ഒരു കോലത്തിലാണ് പോകുന്നത് എന്ന് എനിക്ക് സംശയമില്ലാതില്ല ഗൈസ്. എന്തായാലും നന്നായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ.